നമസ്കാരം. ഇഷ്ടപ്പെടുന്ന വ്യക്തി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണോ നിങ്ങൾ? പല ആളുകൾക്കും നമുക്ക് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. പക്ഷേ അവരിപ്പോൾ നമ്മൾക്ക് പഴയ പോലെ ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനോ ഒന്നും താല്പര്യമില്ലാത്തൊരവസ്ഥ, നമ്മളോട് സംസാരിക്കാൻ തന്നെ നേരമില്ലാത്ത അവസ്ഥ. ചില ആളുകൾ വിട്ടു പോയിട്ടുണ്ടാവും. അത് മറ്റ് വേറെ ഏതെങ്കിലും വ്യക്തിയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് ആ വ്യക്തി തിരിച്ച് പഴയ പോലെ നിങ്ങളിലേക്ക് തന്നെ വരിക എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മെസ്സേജ് ചെയ്ത് അതിലെന്താണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ തന്നെ പഴയ പോലെ നിങ്ങളോട് നല്ല സ്നേഹത്തോടു കൂടി തന്നെ തിരിച്ചു വരും. അത് ആ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ കൃത്യതയോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതിനൊരു സംശയമോ അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ഒരു രീതിയിലല്ലാതെ കൃത്യമായിട്ട് നിങ്ങളതുപോലെ തന്നെ ചെയ്താൽ, ആ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുകയും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ തിരിച്ചു വരും. പല വ്യക്തികളും നമ്മളിൽ നിന്ന് ഇപ്പോൾ അകന്നു പോകാനുണ്ടാകുന്ന കാരണം അധികവും ഒന്നുകിൽ സംശയം, അതല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള അവരുടെ ബന്ധം. പുതിയ വ്യക്തികളുമായിട്ടുള്ള ബന്ധം തുടങ്ങുമ്പോഴാണ് നമ്മളോട് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങുന്നത്. നമ്മുടെ കാര്യത്തിൽ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ പോകുന്നതൊക്കെ മറ്റു വ്യക്തികളുമായിട്ട് ബന്ധം വരുമ്പോഴാണ് കൂടുതൽ അങ്ങനെ സംഭവിക്കുന്നത്. അതല്ല എങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിലുള്ള തെറ്റിദ്ധാരണ, സംശയം, നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് കണ്ടാലുള്ള സംശയം, അല്ലെങ്കിൽ അവരോട് ഉള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയം, അങ്ങനെ സംശയത്തിൻ്റെ പേരിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് കാലം നല്ല സ്നേഹത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ പിന്നീടാണ് ഈ സംശയങ്ങളും അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായി തുടങ്ങുന്നത്. ആദ്യം തുടക്കത്തിൽ ഇതൊരു സ്നേഹം നല്ല രീതിയിലാകുന്നവരൊന്നും ഉണ്ടാവില്ല. പിന്നീട് സംശയങ്ങൾ വരാൻ തുടങ്ങും, അതല്ലെങ്കിൽ മറ്റു ബന്ധങ്ങൾ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അവരെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിയാലേ നമുക്കൊരു മനസ്സിന് ആ ഒരു സ്നേഹം നിലനിൽക്കുമ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സന്തോഷം നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.